3 വർഷത്തിന് ശേഷമാണ് പീസ് മേക്കറിന്റെ സീസൺ 2 റിലീസ് ആവുന്നത്. ടോട്ടൽ 8 എപ്പിസോഡ്സ് ആണ് ഈ ഒരു സീസണിലുള്ളത്. ആൻഡ് പ്രീവിയസ് സീസൺ കണ്ടവർക്കറിയാം എന്തായിരിക്കും നമ്മൾ സീസൺ 2ൽ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് ഓവറോൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് സീസൺ എന്തുകൊണ്ടാണ് ഇത്ര യൂണീക്ക് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ. സൂയിസൈഡ് സ്ക്വാഡിലൂടെ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് മേക്കറിന്റെ ക്യാരക്ടറിനെ ഒരു സ്പിൻ ഓഫ് മൂവി എന്നുള്ള രീതിയിൽ എടുത്തു വെക്കുമ്പോൾ അതിന് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാമോ അത്രത്തോളം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ജെയിംസ് ഗൺ പ്രസന്റ് ചെയ്തിരുന്നത്. ആൻഡ് അതിന്റെ ഒരു തീം സോങ് ആയാലും ശരി, അതിന്റെ ഇൻട്രോ സോങ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഇൻട്രോ സീക്വൻസുകൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സീരീസിന് ഇൻട്രോ സീൻസ് എടുത്തു കഴിഞ്ഞാൽ പീസ് മേക്കറിന്റെ പേര് എന്തായാലും അതിലുണ്ടാവും. ആൻഡ് സെക്കൻഡ് സീസണിലേക്ക് വരികയാണെങ്കിൽ തന്നെ കുറെ കൂടി സെന്റിമെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സൈഡാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സീസൺ കുറച്ചുകൂടി ആക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റഫർ സ്മിത്ത് എന്ന് പറയുന്ന പീസ് മേക്കറിന്റെ ക്യാരക്ടറിന്റെ ലൈഫിൽ നടന്ന പല സംഭവങ്ങൾ, അതിൽ നിന്നുള്ള ഒരു റിഡംഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഏത് അറ്റം വരെ പോകുമെന്നുള്ള ആ ഒരു മൈൻഡിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ സംഭവ വികാസങ്ങളാണ് സെക്കൻഡ് സീസൺ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമോഷണൽ സൈഡ് പിടിക്കാൻ നമുക്ക് എന്തായാലും അറിയാം അത്രത്തോളം ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ വരുന്നുള്ളത്. എൻ്റെ അതിനെല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ ജോൺസന് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 7th എപ്പിസോഡിലത്തെ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയെ എത്ര നന്നായി ചെയ്യാൻ പറ്റുന്നു അത്ര നല്ല രീതിയിൽ അദ്ദേഹം ഒരു പെർഫോമൻസ് അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ പാളിപ്പോവാവുന്ന ഒരു പെർഫോമൻസിനെ വളരെ കയ്യിറക്കത്തോടു കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വർഷം റിലീസായിട്ടുള്ള സൂപ്പർമാൻ മൂവി കണ്ടവർക്കറിയാം. ആൻഡ് അതിലുള്ള ആ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസിന് ശേഷം 1 മാസത്തിന് ശേഷമാണ് പീസ് മേക്കർ സീസൺ 2 നടക്കുന്നത്. ആൻഡ് ആ ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ നടക്കുന്നതായിട്ടാണ് ഇതിൽ അവർ റെഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിലുള്ള പല സീക്വൻസ് അല്ലെങ്കിൽ സൂപ്പർമാനിൽ സംഭവിച്ച പല സംഭവങ്ങളെ കുറിച്ചിട്ടും ഇതിലൊരു റെഫറൻസും അവർ പറയുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു എൻഡിങ് തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലാണ് നിർത്തിയിട്ടുള്ളത്. ഇനി എന്താവും സംഭവിക്കുക എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് തന്നെ ജെയിംസ് ഗണ്ണറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു തേർഡ് സീസൺ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത്. സോ എങ്ങനെയാണ് ഇനി ഇവരിത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഫർദർ ഇനി എങ്ങനെയാണ് ഈ ഒരു കഥനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി DC തന്നെ വല്ല അപ്കമിങ് മൂവീസിലൂടെയാണോ ഈ ഒരു ക്യാരക്ടറിന്റെ കണ്ടിന്യൂഷൻ കാണിക്കുക എന്താണെന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ട സ്പേസ് കൊടുത്ത് ഫസ്റ്റ് പാർട്ടിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ഇക്കോണമിസ്റ്റ്, അതുപോലെ തന്നെ വിജിലാൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ജൂഡോ മാസ്റ്റർ, ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് നമുക്കറിയാം. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജിലാൻഡയുടെ ക്യാരക്ടർ വളരെയധികം എൻജോയ് ചെയ്ത് തന്നെ കാണാവുന്ന ഒരുപാട് സീക്വൻസുകൾ ഈ ഒരു സീസൺ 2ലുണ്ട്. ആൻഡ് പീസ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു ക്യാരക്ടറാണ് ഈഗ്ലി. ഈഗ്ലിക്കും തന്നെ അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപാട് പെർഫോമൻസ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഈ ഒരു സീസൺ 2ല് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് എന്നിരുന്നാലും നല്ല പോലെ തന്നെ എൻജോയ് ചെയ്ത് കണ്ട നല്ലൊരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പീസ് മേക്കർ സീസൺ 2. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീസൺ 2നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ ജിയോ സ്റ്റാറിലെ ഫുൾ എപ്പിസോഡ്സ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.